ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞു നിർത്തിയ ആ 4 ടൈപ്പ് ഓപ്പറേഷൻസിന്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണ്. ആദ്യം യൂണിയനും ഡിഫറൻസും കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പെയർ വെച്ച് തന്നേക്കും 3 ക്വസ്റ്റ്യൻ. അതിന്റെ ഓരോ പെയറിന്റെയും യൂണിയൻ കണ്ടുപിടിക്കണം, ഡിഫറൻസ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ യൂണിയൻ ചെയ്തിട്ടുള്ളൂ, നമുക്ക് ഡിഫറൻസ് കൂടെ കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ആ ഒരു സെക്ഷൻ കൂടെ ഇതിലൂടെ അങ്ങ് പൊക്കോളൂ. ആദ്യം യൂണിയൻ എക്സ് വൈ. എക്സ് വൈ യൂണിയൻ നമ്മൾ എക്സ് യൂണിയൻ വൈ എന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഈക്വൽ ടു ഇട്ടു, പതിപോലെ ബ്രാക്കറ്റ് കൊടുത്തു. പിന്നെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ഉള്ളതെല്ലാം മിക്സ് ചെയ്ത് എഴുതുക. എക്സില് 1 3 5, വൈയില് 1 2 3, 3 കോമൺ. അപ്പൊ അത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെ വരുമ്പോ 1 2 3 5 എക്സിലും വൈയിലും ഉള്ള എല്ലാ എലമെന്റ്സും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒറ്റ സെറ്റ്, അതാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ യൂണിയൻ ഡി. എയില് വോവൽ സൗണ്ട്സ് ആണ്, എ ഇ ഐ ഒ യു. ബിയില് എ ബി സി. എ കോമൺ ആണ്, മിച്ചമുള്ളത് എ ഉണ്ട്, ബി സി ഇ ഐ ഒ യു. അത് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ എ ബി സി ഇ ഐ യു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അത് തന്നെയായിട്ട് നമ്മളിതിനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ബ്രാക്കറ്റിൽ ഓരോ എലമെന്റ്സിനെ നമ്മൾ എഴുതിയിട്ട് വേണം യൂണിയൻ ചെയ്യാൻ. ആദ്യത്തെ എക്സ് വെച്ചാൽ എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് എൻ. എൻ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് ആയ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ, പക്ഷെ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. രണ്ടാമത്തേത് എക്സ് നാച്ചുറൽ നമ്പർ ആണ്, 5ന് താഴെ. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യാണ്, യൂണിയൻ എഴുതാൻ. നമുക്ക് ഈ 3 ഒന്ന് മാറ്റി നിർത്തിയാൽ 3 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ തന്നെയാണ് 3, കാരണം 3 into 1 3. അതുകൊണ്ട് ബാക്കി നമ്മൾ ഒരുമിച്ച് എഴുതി 1 2 4 5 ആൻഡ് ബാക്കിയെല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് എഴുതി. ഇത്രേ ഉള്ളൂ. യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് യൂണിയൻ ചെയ്യാനുള്ള 2 സെറ്റ് തരികയാണെങ്കിൽ ആ സെറ്റിൽ രണ്ടിലുമുള്ള സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും എലമെന്റ്സിനെ ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതുക. അതായത് 2 എലമെന്റ്സും കൂടെ കൂട്ടി ഒരു സെറ്റ് ആക്കി, ഒരു വലിയൊരു സെറ്റ് ആക്കി എഴുതുന്നതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാല് ഫസ്റ്റ് വണ്ണിനകത്ത് എക്സ് മൈനസ് വൈ. എക്സ് എന്ന് പറയുമ്പോൾ 1 3 5, y എന്ന് പറയുമ്പോൾ 1 2 3. 1 ഉം 3 ഉം കോമൺ ആണ്. അപ്പം സബ്ട്രാക്ട് ചെയ്യാനുള്ളത് 1 ഉം 3 ഉം മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റ് എക്സ് മൈനസ് വൈ ആണ്. അപ്പം എക്സിലുള്ള 1 ഉം 3 ഒഴിവായിട്ടുള്ള മിച്ചമുള്ള എലമെന്റ് അത് 5. അപ്പൊ എക്സ് മൈനസ് വൈ 5 വരും. അതേപോലെ നമ്മൾ y മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ? 1 ഉം 3 ഉം കോമൺ ആണ്, 2. ഇനി സെക്കൻഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി. ഇവിടെ എ മാത്രമേ കോമൺ ഉള്ളൂ, മിച്ചമുള്ളത് ഇ ഐ ഒ യു. അതെല്ലാം നമ്മുടെ സബ്ട്രാക്ഷൻ സെറ്റിൽ വരും. ഇനി തിരിച്ച് ഇപ്പുറത്ത് ബി മൈനസ് എ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് എ പോയി, മിച്ചം ബിയും സി. ഇനി നമ്മള് എ മൈനസ് ബി ഈ കേസിൽ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എടുക്കും. ഇതിൽ കോമൺ ആയിട്ടുള്ള ഏതാ? 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6 9 12 എക്സെട്ര വരും. 6 9 12 എക്സെട്ര. പക്ഷെ തിരിച്ച് ബി മൈനസ് എ എടുത്താൽ അവിടെ 3 മാത്രമേ കോമൺ ഉള്ളൂ. നമുക്കറിയാം സെറ്റ്
ബിയില് 5 എലമെന്റ്സിൽ ഒരെണ്ണം മാത്രമേ 3 ഉള്ളൂ. മിച്ചമുള്ള 4 എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 4 5. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ സെറ്റ് 5 ആണ്. y മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. രണ്ടും ഈക്വൽ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് അല്ല, പ്രൂഫായി. അതുപോലെ എ മൈനസ് ബിയും ബി മൈനസ് എയും നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടും ഈക്വൽ അല്ല. രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിലേ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് രണ്ട് സെറ്റും ഈക്വൽ അല്ല, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി എക്സ് മൈനസ് വൈ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരുന്ന എലമെന്റ്സിലും സെക്കൻഡ് സെറ്റിൽ ഉണ്ടായിരുന്ന എലമെന്റ്സിലും കോമൺ ആയിട്ടുള്ളത് അതങ്ങ് മാറ്റി നിർത്തിയിട്ട് മിച്ചം കിടക്കുന്നതില്, ഇപ്പൊ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പൊ എക്സിൽ മിച്ചം കിടക്കുന്നത് 5 മാത്രമാണ്. അതുകൊണ്ട് 5 നേരെ നമ്മൾ സെറ്റ് 5 ആക്കി ഡിഫറൻസിൽ എഴുതി. പക്ഷെ തിരിച്ച് കേസ് എടുത്തപ്പോൾ 1ഉം 3ഉം തന്നെയാണ് കോമൺ, പക്ഷെ 2 മാത്രമാണ് കിടക്കുന്നത്, 5 അല്ല. ഈ കേസിൽ 2 ആണ് മിച്ചമുള്ളത്. അവിടെ 2 ആണ് y മൈനസ് എക്സിന്റെ കേസിൽ വന്നത്. ഇനി എ മൈനസ് ബിയും ബി മൈനസ് എയും ബാക്കിയുള്ള രണ്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെയാണ് നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്തത്. നമുക്ക് എലമെന്റ്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്ത മെത്തേഡ് സെയിം തന്നെയാണ്. കോമൺ ആയിട്ടുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് മിച്ചമുള്ള എലമെന്റ്സ്, ഫസ്റ്റ് സെറ്റില് മിച്ചമുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് എഴുതുന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ 10 മൈനസ് 5 ചെയ്ത് കഴിഞ്ഞാൽ 5 വന്നു, 5 മൈനസ് 10 ചെയ്താൽ -5, നെഗറ്റീവ് സൈൻ ഇട്ട് എഴുതും. എന്ന് പറഞ്ഞ പോലെ ഈ സെറ്റില് ബിയും സിയും ഉണ്ട്, അത് ഇപ്പുറത്തെ ഫസ്റ്റ് സെറ്റിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എടുക്കുമ്പോൾ മൈനസ് ബി മൈനസ് സി എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ്സ് ആ സെറ്റില് അങ്ങനെ വരാൻ പറ്റില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസിന്റെ റൂള് തന്നെ തെറ്റായി പോവാണ്. നമുക്ക് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണോ അത് മാറ്റി നിർത്തിയിട്ട് മിച്ചമുള്ളതാണ് നമ്മുടെ ഡിഫറൻസ്. അപ്പൊ ആ ഒരു റൂള് അല്ലെ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് എടുത്ത് എലമെന്റ്സ് എഴുതുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതൊരു റോങ് മെത്തേഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും ഫസ്റ്റ് എലമെന്റിലെ ഫസ്റ്റ് സെറ്റിലെ കോമൺ ആയിട്ടുള്ളത് മാറ്റി നിർത്തിയിട്ട് മിച്ചമുള്ള എന്തൊക്കെയാണോ അത് നേരെ എഴുതിയാൽ മാത്രം മതി ഡിഫറൻസിന്റെ കേസിൽ. ഇനിയിപ്പോ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇന്റർസെക്ഷൻ എന്ന ടോപ്പിക്കിന്റെ 2-3 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് എടുത്തിട്ട് എക്സിലെ വൈയിലെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഏതെങ്കിലും രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് അത് മാത്രം തെരഞ്ഞെടുത്ത് അതിനെ ഒരു ഒറ്റ സെറ്റ് ആക്കി എടുക്കുന്നതിനാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ സിമ്പലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതാണ് ഇന്റർസെക്ഷന്റെ സിമ്പല്. നമ്മൾ ഫസ്റ്റ് എടുക്കുകയാണ് എ ബി സി ഡി. ഇവിടെ ബി എഫ് ബി ഡി ജി, ബിയും ഡിയും ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് ഇന്റർസെക്ഷൻ വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബി ഡി. രണ്ടാമത്തെ എന്ന് പറയുന്നത് 3 എലമെന്റ്സ് ഉണ്ട്, എ ബി സി. നമ്മൾ 3 സെറ്റ്, ആ 3 സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് രണ്ടെണ്ണം എടുത്തിട്ട് മൂന്നാമത്തെ ഇന്റർസെക്ട് ചെയ്ത് നോക്കാം. പക്ഷെ ഇപ്പം അധികം എലമെന്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കോമൺ എന്ന് നമുക്ക് കണ്ടറിയാം. ഫസ്റ്റ് സെറ്റിൽ എ ബി, സെക്കൻഡിൽ എ ബി സി, അതിൽ രണ്ടിൽ എ ബി കോമൺ ആണ്. പക്ഷെ തേർഡ് സെറ്റില് ബി മാത്രമേ വരുന്നുള്ളൂ, എ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ 3 സെറ്റിലും കോമൺ ആയിട്ട് ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബി ആയിരിക്കും നമ്മുടെ എ ബി സിയുടെ ഇന്റർസെക്ട്. പക്ഷെ അടുത്ത സെറ്റ് നോക്കിയാൽ നമ്മൾ 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്. 4 എണ്ണത്തിൽ നോക്കിയാൽ 1 2 3 4, അതിൽ 3ഉം 4ഉം സെക്കൻഡ് സെറ്റ് വരുന്നത്, പക്ഷെ വേറെ ഒന്നിലും വരുന്നില്ല. ഇനി ബി എന്ന സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ 5 6 വരുന്നുണ്ട്, പക്ഷെ വേറെ ഒന്നിലും വരുന്നില്ല. ഇവിടെ 7 8 ഡിയിൽ വരുന്നുണ്ട്, പക്ഷെ വേറെ ഒന്നും മുമ്പോട്ടുള്ളതൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ 4 എണ്ണത്തിലും കൂടെ കോമൺ ആയിട്ട് ഒരൊറ്റ എലമെന്റ് പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഇന്റർസെക്റ്റ് ഇല്ല. അതായത് ഒരു എംപ്റ്റി സെറ്റ് ആണ്, നൾ സെറ്റ് ആണ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്ത ഈ ക്വസ്റ്റ്യൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് പലതരത്തിൽ ചോദ്യം വരാം. ഇപ്പം 3-4 തവണ തന്നിട്ട് ഇതിലത് ഏതിനാണ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടുന്നത്. ഇപ്പൊ ഈ 4 തന്നിട്ട് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടി. ഇനി അതിന് പകരം എ ഇന്റർസെക്ഷൻ ബി ആണോ ബി ഇന്റർസെക്ഷൻ സി ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മൾ ആ ഒരു എക്സാമ്പിൾ നോക്കി ഓപ്ഷൻ നോക്കി നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു 4 എണ്ണം തരുമ്പോ, ഇപ്പൊ ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. ജസ്റ്റ് കോമൺ ആണെന്ന് നോക്കി. ഇപ്പം നിറച്ച്
10-20 എലമെന്റ്സ് ഉള്ള ഒരു 4 സെറ്റ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് അന്നേരം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ കണ്ടിട്ട് മൂന്നാമത്തേതുമായിട്ട് ഇന്റർസെക്ട് ചെയ്ത് പിന്നെ അതിന്റെ ഇന്റർസെക്ഷൻ അടുത്ത സെറ്റുമായിട്ട് ഇന്റർസെക്ട് ചെയ്ത് അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും ചെയ്യാൻ. ലോങ് എലമെന്റ്സ്, ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് മോർ ദാൻ 5-6 ഒരു എണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് കുറവാണ്, 3-4 ഉള്ളെങ്കിൽ നമുക്കത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷെ ഇതിലെണ്ണത്തിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ എണ്ണം ഉണ്ട്, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ABC, അതിനെ നമുക്ക് A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C എന്നോ A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C എന്നോ നമുക്ക് കാണാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇതിനുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ എലമെന്റ്സ് ഉള്ളൂങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ എക്സാമ്പിൾ ചെയ്ത പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ചെറിയ കുറച്ച് എലമെന്റ്സ് ഉള്ളെങ്കിൽ അതിനകത്ത് ഏതൊക്കെയാണ് കോമൺ എന്ന് നമുക്ക് പിക്ക് ചെയ്ത്, ഇപ്പൊ രണ്ടെണ്ണത്തെ വെച്ച് പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ കുറെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും ചെയ്യാൻ, അത് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് 2-3 ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഇത്ര നേരം പഠിച്ച ടോപ്പിക്കിലെയും ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ വരുന്ന ടോപ്പിക്കിലെയും കൂടെയാണ്. അത് നമ്മൾ മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് കോംപ്ലിമെന്റ് എന്ന സെക്ഷനാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് കോംപ്ലിമെന്റിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ഇക്വേഷൻസ്. ഒന്നെന്ന് പറയുന്നത് A യൂണിയൻ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയും A കോംപ്ലിമെന്റും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ ഒരു യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. കാരണം A ആണ് സെറ്റെങ്കിൽ A കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ A ഇല്ലാത്ത ബാക്കി യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും അത് പെട്ടു. അതിന്റെ കൂടെ A ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അതുകൊണ്ട് A യൂണിയൻ A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. രണ്ടാമത്തത് A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ്. എയിലും A കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ള ഒറ്റ എലമെന്റും ഇല്ല. കാരണം A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സിനെയാണ് A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എലമെന്റ്സ് പോലും, ഒറ്റ എലമെന്റ് പോലും കോമൺ ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ഫൈ അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തേത് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും കോംപ്ലിമെന്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായിരിക്കും A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. നേരെ മറിച്ച് A ഇന്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഫസ്റ്റ് വണ്ണില് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഇന്റർസെക്ഷൻ അല്ല യൂണിയൻ ആണ്. എന്ന് പറഞ്ഞാൽ യു പോലത്തെ ചിഹ്നം പുറത്തേക്ക് വരുമ്പോൾ യു തിരിച്ചിട്ടാൽ മതി. കോംപ്ലിമെന്റ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് അല്ല, അതിന് പകരം നേരെ മറിച്ചുള്ള യൂണിവേഴ്സൽ സെറ്റിലെ മിച്ചമുള്ളതാണ് നമുക്ക് കോംപ്ലിമെന്റിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പൊ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ് A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റിന്റേത്. നേരെ മറിച്ച് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണ് A ഇന്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇത് രണ്ടും പല ക്വസ്റ്റ്യനിലും പല തരത്തിലും വരുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും പഠിക്കാൻ മിസ് ചെയ്യരുത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് A കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണ കോംപ്ലിമെന്റ് എടുത്തു പിന്നെ ഒന്നും കൂടി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന സെറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും കിട്ടുന്നത്. കാരണം A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A കുറച്ചതാണ്, പിന്നെ മിച്ചമുള്ളത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ കുറച്ച് എലമെന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് മിച്ചം ഞാൻ ഒന്ന് കാണിച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ യു മൈനസ് എ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. ഞാൻ ജസ്റ്റ് മാത്തമാറ്റിക്കൽ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യു മൈനസ് യു പ്ലസ് എ, യു ക്യാൻസൽ, മിച്ചം എ. അതായത് ഡബിൾ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ആ സെയിം സെറ്റ് തന്നെയായിരിക്കും. അതുപോലെ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഫൈവ് നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സൽ സെറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും. അടുത്തത്
നമ്മൾ നേരത്തെ പഠിച്ച യൂണിയൻ ഇന്റർസെക്ഷൻ കേസിലെ ഒരു ഇക്വേഷൻ ആണ്. അന്നേരം പറയാൻ ജസ്റ്റ് വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതില് നമ്മൾ അസോസിയേറ്റീവ് ലോ അല്ല ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. അത് നമ്മൾ അന്നേരം ഞാൻ പറഞ്ഞില്ല. അതാണ് ഈ ഇക്വേഷനോട് കാണിച്ചു തരുന്നത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ബ്രാക്കറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എ വെച്ച് ബിനെയും സിനെയും ഇന്റർസെക്ട് ചെയ്തിട്ട് അപ്പൊ ലഭിക്കുന്ന രണ്ട് ആൻസറിനെയും തമ്മിൽ യൂണിയൻ ചെയ്യുക. അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുക. എന്നിട്ട് നടുക്ക് ഈ യൂണിയന്റെ സിമ്പൽ, അതായത് നമുക്ക് കിട്ടുന്ന രണ്ട് സെറ്റുകൾ, ഇപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 ഉം 3 ഉം ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അത് തമ്മിൽ യൂണിയൻ ചെയ്താൽ സെറ്റ് 1, 3 എന്ന് നമുക്ക് കിട്ടും. അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞില്ല. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി എ ഇന്റർസെക്ഷൻ സി തമ്മിൽ യൂണിയൻ ചെയ്താൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയുടെ ഇക്വേഷൻ ഡെഫിനിഷൻ ആയി. ഇനി കോംപ്ലിമെന്റിന്റെ ഒരു രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കുക. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ ഇന്റർസെക്ഷൻ അല്ല എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഡി മോർഗൻസ് ലോ അത് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതൊരു ഈ ഒരു കേസിൽ റിയൽ ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, ഷോ ചെയ്യണം. അതിനാദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ 2, 3 യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് 1, 2, 3, 4, 5, 6. അതിൽ നിന്ന് 2 ഉം 3 ഉം പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് 1, 4, 5, 6. ജസ്റ്റ് അത്രേ ഉള്ളൂ നമ്മുടെ എ കോംപ്ലിമെന്റ്. ഇനി ബി എടുത്തു കഴിഞ്ഞാൽ 3, 4, 5. 3, 4, 5 യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 1, 2, 6 നമ്മുടെ ബി കോംപ്ലിമെന്റും കിട്ടി. ഇനി എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റിൽ 1, 4, 5, 6. ബി കോംപ്ലിമെന്റിൽ 1, 2, 6. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1, 6. 1, 6. അതുപോലെ എ യൂണിയൻ ബി. എയില് 2, 3, ബിയില് 3, 4, 5. അപ്പൊ 2, 3, 4, 5. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കണം. എ യൂണിയൻ ബി 2, 3, 4, 5 നമുക്ക് കിട്ടി. അത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 1, 6. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എത്രയാണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് നേരെ എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ, എ കോംപ്ലിമെന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റ്, ബി ആണെങ്കിൽ ബി, എ യൂണിയൻ ബി, അങ്ങനെ ഓരോ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ അത് ആദ്യം എടുത്തെടുത്ത് എഴുതുക. പിന്നെ ഈക്വൽ ടു ഇട്ട് നമ്മൾ ഓരോന്നും ജസ്റ്റ് അതിന്റെ ആൻസർ നേരെ അങ്ങ് എടുത്ത് എഴുതുക. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ഡിഫിക്കൽട്ടി കൂടുന്നതനുസരിച്ച് ഇപ്പം എൻട്രൻസ് എക്സാം ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ വളഞ്ഞ് തിരിയാൻ കുറച്ച് ടൈപ്പ് വരും. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ബോർഡ് എക്സാമിലൊക്കെ വരുന്ന NCERT ഒക്കെ വരുന്ന CBSE എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള, കാരണം ഇതൊക്കെ ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ, എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെ താഴത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നേരെ എയും ബിയും യുവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ നമുക്ക് ആൻസേഴ്സ് എടുത്ത് എഴുതാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവസാനം ചെക്ക് ചെയ്യുക എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യേണ്ട കാര്യം നമുക്ക് ആൻസറിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ എത്തിക്കാം. നമുക്ക് ആൻസറിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരെ ഈക്വൽ ടു ഇട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്നങ്ങ് എഴുതിയാൽ നമുക്ക് ഉത്തരമായി. ഇനി ചില കേസിൽ ഇപ്പം ആൻസറിൽ നമുക്ക് ഇവിടം വരെ തന്നിട്ടുള്ളൂ,
നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് ഒക്കെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ തന്നെ ചെയ്ത് അതിനെ ആ ഒരു ആൻസറിലേക്ക് എത്തിക്കാനുള്ളതാണ് ഞാനിപ്പോ ഈ ചെയ്തത്. എ യൂണിയൻ ബി ആയിരുന്നു. നമ്മൾ അതിന് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന യു വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഷോ ചെയ്തു, പ്രൂവ് ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്ന കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ യു കോംപ്ലിമെന്റിന്റെ കേസിലും നമുക്ക് ചെയ്യാനുള്ള. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്, അതായത് കുറച്ച് ഇക്വേഷൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏതൊരു ടൈപ്പ് എക്സാം ആണെങ്കിലും, അത് എൻട്രൻസ് ആയാലും അതിന് ഈ ബോർഡ് സ്റ്റേറ്റ്, CBSE ഏത് ബോർഡ് വന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വരും. അത് ഈ 3 ഇക്വേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആരും ഇത് മിസ് ചെയ്യരുത്. കാരണം ഇത് ഈ ഒരു 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ അതുവഴി തന്നെ 4-5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ ഓഫ്, ഇത് ഈ 3 ഇക്വേഷൻസും നമ്പർ വെച്ചുള്ള ഇക്വേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു സെറ്റ് തന്നിട്ട് ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, അടുത്ത സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, പിന്നെ അതിന്റെ യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ വെച്ചുള്ള ആ സെറ്റിന്റെ എലമെന്റ്സിന്റെ നമ്പർ വെച്ചുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇപ്പം എ യൂണിയൻ ബി, അതില് എയിലോ ബിയിലോ കോമൺ ആയിട്ട് ഒരു ഒറ്റ എലമെന്റ് പോലും ഇല്ലാത്ത കേസ് ആണെങ്കിൽ എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും എലമെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതായത് നമ്പർ ഓഫ് എ യൂണിയൻ ബി, സെറ്റ് എ യൂണിയൻ ബിയിലെ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനെ സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും എലമെന്റ്സിന്റെ എണ്ണം കൂട്ടിയാൽ കിട്ടും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി ഒരു നൾ സെറ്റ് ആയിരിക്കണം, അതായത് എംപ്റ്റി സെറ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു എലമെന്റ് പോലും കാണരുത്. രണ്ടാമത്തേത് പറയുന്നത് ഈ സെയിം കണ്ടീഷൻ ജനറൽ ആയിട്ട് കേസ് ആണ്. അതില് ഈ ഒരു കണ്ടീഷൻ മാത്രം ഒഴിവായി പോയി. എന്നുവെച്ചാൽ 5 അല്ല, വേറെ എന്ത് കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ എ യൂണിയൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും എലമെന്റ്സിന്റെ എണ്ണം ആഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് വെൻ ഡയഗ്രം. ഇപ്പൊ സെറ്റ് എ എന്ന് പറയുമ്പോൾ ഈ ഒരു കോമൺ ഭാഗം ഉൾപ്പെട്ടിട്ടാണ് സെറ്റ് എ. സെറ്റ് ബിയും അതുപോലെ. അപ്പൊ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി 3 എണ്ണത്തിന്റെ കേസ് എടുക്കുമ്പോൾ ഇതേ കണ്ടീഷൻ ആണ് വരുന്നത്. കാരണം ഇവിടെയും n of A യൂണിയൻ B യൂണിയൻ C വരുമ്പോൾ n of A, n of B, n of C ആ 3 സെറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ചതുപോലെ തന്നെ ആദ്യം എ ബി, പിന്നെ ബി സി, പിന്നെ സി എ, അങ്ങനെ നമ്മളൊരു ഓർഡറിൽ ആദ്യം എയുടെയും ബിയുടെയും പിന്നെ ബിയുടെയും സിയുടെയും പിന്നെ എയുടെയും സിയുടെയും ഇങ്ങനെ 3 എണ്ണത്തിന്റെയും ഇന്റർസെക്ഷൻ എടുത്തിട്ട് അത് 3 സബ്ട്രാക്ട് ചെയ്യുക. അതായത് n of A, n of B, n of C മൈനസ് n of A ഇന്റർസെക്ഷൻ B മൈനസ് n of B ഇന്റർസെക്ഷൻ C മൈനസ് n of A ഇന്റർസെക്ഷൻ C. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുന്നു. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി 3 സെറ്റിനും കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഏരിയ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന് വരുന്ന 3 ഇക്വേഷൻസ്. ഇത് ജസ്റ്റ് കാണാതെ പഠിക്കാനുള്ള അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. ഇത് മുഴുവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ സ്റ്റാർ മാർക്ക് ഇട്ട് ഇമ്പോർട്ടന്റ് സൈഡിൽ എഴുതി വെച്ച് പഠിക്കേണ്ട 3 ഇക്വേഷൻസ് ആണ്. അങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന വളരെ വേണ്ടപ്പെട്ട ഒരു ഇക്വേഷൻ തന്നെയാണ്. ഡി മോർഗൻസ് ലോ പോലെ തന്നെ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ ചോദിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ലോണം താറവായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ ആ 3 ഇക്വേഷൻസ്, അതിനകത്തെ മെയിൻ ആയിട്ട് വരുന്ന ഇക്വേഷൻ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്
ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതില് എക്സ് വൈ രണ്ട് സെറ്റ്, എക്സിലും വൈയിലും ടോട്ടൽ ആയിട്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ 50 എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനത്തെ ഓരോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ട് നേരെ നമ്മൾ എഴുതുകയാണ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 50. n of x union y equal to 50. പിന്നെ തന്നിരിക്കുന്നത് x has 28 elements, y has 32 elements. x equal to n of x is equal to 28, n of y equal to 32. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അത് 50-ൽ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് അല്ല കിട്ടില്ല, നൾ സെറ്റ് അല്ല കിട്ടുന്നത്. നേരെ മറിച്ച് കുറച്ച് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് അതിലുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ആ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എത്ര എണ്ണമാണ്, അഥവാ n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y എത്രയാണ്. നമ്മൾ മറ്റേ ഇക്വേഷൻ പഠിച്ചായിരുന്നു, n ഓഫ് എക്സ് യൂണിയൻ y ഈസ് ഈക്വൽ ടു n ഓഫ് എക്സ് പ്ലസ് n ഓഫ് y മൈനസ് n ഓഫ് x intersection y. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. n of x intersection y is equal to n of x എന്ന് പറഞ്ഞാൽ 28 plus n of y 32 minus n of x union y. ഇത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ യൂണിയൻ കുറയ്ക്കുക, അതായത് മൈനസ് 15 പോയിട്ട് 10 എന്നൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ജസ്റ്റ് എത്ര കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ എക്സ് എന്ന് പറഞ്ഞ സെറ്റിലെയും വൈ എന്ന സെറ്റിലെയും എലമെന്റ്സിന്റെ എണ്ണവും അത് തമ്മിൽ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റ്സിന്റെ എണ്ണവും നമുക്ക് തന്നിരുന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ ഉണ്ട്, 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ ഇക്വേഷൻ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജനറൽ കേസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതില് n ഓഫ് എക്സ് യൂണിയൻ y ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS കിടക്കുന്നത്. അതിനെ നമ്മൾ RHS ലേക്ക് കൊണ്ടുവരുമ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ y നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ സൈന് ചേഞ്ച് ആവുന്നു. അതുകൊണ്ട് ആ ഇക്വേഷനിലെ ഇത് മാത്രം മാറ്റിയാൽ മതി. നമ്മൾ ജസ്റ്റ് ആ ഇന്റർസെക്ഷന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് യൂണിയൻ വൈ എന്നുള്ള ടേമിലേക്ക് നമുക്ക് കിട്ടും. ജസ്റ്റ് ആ ഒരു ഇത് മാത്രം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഇക്വേഷനിലേക്ക് എത്താം. സ്റ്റെപ്പ് എക്സ് അറിയാം, വൈ അറിയാം, എക്സ് യൂണിയൻ വൈ, ഇനി എല്ലാത്തിനും എലമെന്റ്സിന്റെ എണ്ണം നമുക്കറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം 10 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്ര എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ആൻസർ ആണ്, പക്ഷെ അതിന് നല്ല മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് തെറ്റിക്കരുത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. എന്നാൽ മാത്രമേ നമുക്കിതിന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ചെയ്ത് പഠിച്ചാലേ നമുക്കത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ വിടരുത്. സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്ന് ചോദിച്ചിരിക്കുന്ന ടൈപ്സ് ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. എത്ര തവണ തെറ്റിയാലും പിന്നെ ശരിയാവാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അതിന്റെ സെറ്റുകൾ, സെറ്റിന്റെ ടൈപ്പ്, സെറ്റിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതകൾ, പിന്നെ അതിന്റെ ഓരോ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പോയി. ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത സെക്ഷൻ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ അവർ കമന്റ് ആയിട്ടോ എന്നോട് ഡയറക്റ്റ് പ്രൈവറ്റ് ആയിട്ടോ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുകളിലുള്ള ഐ ബട്ടണിൽ ഞാൻ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കാണാത്ത സെക്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കാണാനും അത് ഒന്നുകൊണ്ടൊന്ന് തറവാക്കാൻ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബൈ.